IPL ലേലവിളി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് 3 ലേലവിളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ലേലത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് CSK ആണ്. ചെന്നൈ താരങ്ങളെ വാരിക്കൂട്ടിയിരിക്കുകയാണ്. അശ്വിനെ CSK വാങ്ങിയിരിക്കുകയാണ്. അശ്വിൻ വർഷങ്ങൾക്ക് ശേഷം ഹോം ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്തി. അതുപോലെ വേറെയും താരങ്ങൾ വലിയ ടീമിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ ടീമുകളും വാങ്ങിയ താരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സെറ്റ് 3യിൽ ആദ്യം വന്നത് ദേവദത്ത് പടിക്കലായിരുന്നു. താരം അൺസോൾഡ് ആയിരിക്കുകയാണ്. ദേവദത്തിനെ ആരും തന്നെ വാങ്ങിയില്ല. അതുപോലെ ഡേവിഡ് വാർണർ താരവും അൺസോൾഡായി. ഇനി ഇവരെ ലാസ്റ്റ് ഒന്നും കൂടി വയ്ക്കും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാൻ സാധിക്കും. അടുത്തത് മാർക്രമായിരുന്നു. 2 കോടിക്ക് ലക്നൗ ടീം മാർക്രത്തെ വാങ്ങിയിരിക്കുകയാണ്. പിന്നീട് വന്നത് ഡെവോൺ കോണവേ ആയിരുന്നു. കോണവയെ CSK 6 കോടി 25 ലക്ഷത്തിന് വാങ്ങിയിരിക്കുകയാണ്. ഡെവോൺ കോണവേ ആയിരിക്കും അടുത്ത പ്രാവശ്യവും CSK ടീമിൻ്റെ ഓപ്പണർ. CSK കൃത്യമായിട്ട് കോണവയെ തിരിച്ചെടുത്തു. അതുപോലെ CSK ഞെട്ടിച്ചത് അശ്വിൻ്റെ കാര്യത്തിലാണ്. അശ്വിന് വേണ്ടി CSK പിടിമുറുക്കി. അവസാനം 9 കോടി 25 ലക്ഷത്തിന് അശ്വിനെ CSK വാങ്ങിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് CSKയുടെ ബൗളിംഗ് കരുത്തിൽ അശ്വിനും ഉണ്ടായിരിക്കും. അതുപോലെ രാഹുൽ ത്രിപാഠി അദ്ദേഹത്തെയും CSK വാങ്ങിയിരിക്കുകയാണ്. 3 കോടി 40 ലക്ഷത്തിനാണ് രാഹുൽ ത്രിപാഠിയെ CSK വാങ്ങിയിരിക്കുന്നത്. ജേക്ക് ഫ്രാസറിനെ ഡൽഹി നിലനിർത്തി 9 കോടി. അതേസമയം ഹർഷൽ പട്ടേലിനെ 8 കോടി കൊടുത്ത് ഹൈദരാബാദ് വാങ്ങിയിരിക്കുകയാണ്. CSK അവരുടെ സൂപ്പർ താരം രജിൻ രവീന്ദ്രയെ 4 കോടി കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ്. CSK താരങ്ങളെ വാരിക്കൂട്ടുകയാണ്. ശരിക്കും ഞെട്ടിച്ചിരിക്കുന്നത് CSK തന്നെയാണ്. കുറഞ്ഞ പൈസയിൽ ഒരുപാട് താരങ്ങളെ CSK വാങ്ങിയിട്ടുണ്ട്. ഇതേസമയം മുംബൈ ഇന്ത്യൻസ് ആരെയും ഇതുവരെ വാങ്ങിയിട്ടില്ല. എന്തായാലും IPL ലേലം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാന് ഒരു വലിയ നഷ്ടം തന്നെയാണ് അശ്വിൻ പോയത്. അതുപോലെ ബട്ട്ലറും. പക്ഷേ രാജസ്ഥാൻ ഇപ്രാവശ്യം നോക്കി വെച്ചിരിക്കുന്നത് വേറെ താരങ്ങളെയാണ്. അവരിനി വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.